അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവേൽ പുസ്തകങ്ങൾ വായന 7-ാം അധ്യായം 29-ാം തിരുവചനം. മറിയത്തിൻ്റെ വീട് നസ്രത്തിൽ അറിയപ്പെടുന്ന വീടാണെന്നാണ് വായന. ചുമരുകൾക്ക് പോലും പരിഗണനയുടെ കൂട്ടുപിടുത്തമുണ്ട്, പരിലാളനയുടെ അലങ്കാരങ്ങളുണ്ട്. അവളുടെ വീട്ടിൽ കുറ്റപ്പെടുത്തലുകളോ വലിയവരാണെന്ന ചിന്തകളോ തർക്കങ്ങളോ നിലനിന്നിരുന്നില്ല. തൃപ്തിയോടെ ജീവിക്കുന്ന കുടുംബാംഗങ്ങളായിരുന്നു അവർ. അവർ പരസ്പരം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിന്നിരുന്നു. മകൻ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്ന് മാത്രമല്ല, ഭാര്യയായ മറിയം ഭർത്താവിനോട് വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ദൂതൻ പറയുന്നത് അനുസരിച്ച് ആ കുടുംബം ഉലകം ചുറ്റിയത്. മറ്റുള്ളവരെ പരിഗണിക്കുന്ന അവരെ ദൈവവും പരിഗണിച്ചു. ദൈവത്തിൻ്റെ പരിഗണനകൾക്ക് നിന്നെ തന്നെ സമർപ്പിക്കുകയാണ് ആത്മീയത. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. വായന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.